ചൈനയിൽ പടർന്നു പിടിച്ച HMPV വൈറസ് ഇന്നലെയാണ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത്. അത് കേട്ടപ്പോഴേ പലർക്കും ആദ്യം ആശങ്കയും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക. സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് HMPV. മാർത്താണ്ഡ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ രോഹിത് ചെന്നിത്തലയാണ് HMPV വൈറസിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് മിക്ക കേസുകളും സൗമ്യമാണെന്നാണ്. എന്നാൽ ചെറിയ കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ ഗുരുതരാവസ്ഥയ്ക്ക് സാധ്യത കൂടുതലാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ രോഗബാധയുണ്ടായത് ജനിച്ച് മാസങ്ങൾ മാത്രമായ കുഞ്ഞുങ്ങളിലാണ്. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഈ വൈറസ് പലപ്പോഴും അപ്പർ റെസ്പിറേറ്ററി അണുബാധകൾക്ക് കാരണമാകുന്നു. ചിലപ്പോൾ ന്യൂമോണിയ, ആസ്മ ഫ്ലെയർ ആപ്പുകൾ അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, വഷളാക്കുക തുടങ്ങിയ താഴ്ന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് കാരണമാകും. തണുപ്പുള്ള കാലത്തും വസന്തത്തിന്റെ തുടക്കത്തിലും അണുബാധ കൂടുതലായി കാണപ്പെടുന്നത്. 5 വയസ്സിന് മുൻപ് HMPV പിടിപെടുന്നതാണ് സാധാരണ. മിക്കപ്പോഴും ജലദോഷത്തിൻ്റേത് പോലുള്ള ലക്ഷണങ്ങളാണ് കാണുകയെങ്കിലും ആദ്യത്തെ തവണ അണുബാധ ഏൽക്കുമ്പോൾ ചിലരിൽ ഗുരുതരാവസ്ഥകൾ സൃഷ്ടിച്ചേക്കാം. അതിനാലാണ് ചെറിയ കുട്ടികൾക്ക് ഗുരുതര രോഗത്തിന് സാധ്യത കൂടുതൽ. ആദ്യ അണുബാധയിൽ നിന്ന് കുറച്ച് പ്രതിരോധ ശേഷി കൈവരും. തുടർന്ന് മറ്റൊരു HMPV അണുബാധ ഏൽക്കുന്നെങ്കിൽ ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസിന് തുല്യമല്ല ഇതെങ്കിലും ഒരേ ജനുസിന്റെ ഭാഗമാണിത്. സമാനമായ ലക്ഷണങ്ങൾക്ക് കാരണമാകാം. HMPVയിൽ നിന്നുള്ള ഗുരുതര രോഗങ്ങളുടെ ഉയർന്ന പ്രായം 6 മാസത്തിനും 1 വയസ്സിനും ഇടയിലാണ്. RSV ആകട്ടെ 6 മാസത്തിൽ താഴെയുള്ള ശിശുക്കളിൽ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അണുബാധയ്ക്ക് കാരണം വൈറസ് അതിൻ്റെ കൂടുതൽ പകർപ്പുകൾ ഉണ്ടാക്കാൻ കോശങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ അണു HMPVക്ക് കാരണമാകുന്നു എന്നതാണ്. RSV, മീസിൽസ്, മുണ്ടിനീര് എന്നിവയ്ക്ക് കാരണമാകുന്ന വൈറസുകളുടെ അതേ ഗ്രൂപ്പിന്റെ ഭാഗമാണിത്. ചുമ, പനി, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ഞെരുക്കം, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം, തിണർപ്പുകൾ എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. വൈറസ് ബാധയുള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് പടരുന്നു. അതായത് ചുമയും തുമ്മലുമുള്ള ആൾക്ക് കൈ കൊടുക്കുക, ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ ചുംബിക്കുക, ഫോണുകൾ, ഡോർ ഹാൻഡിലുകൾ, കീബോർഡുകൾ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ പോലെയുള്ള വസ്തുക്കളോ സ്പർശിക്കുക എന്നീ മാർഗങ്ങളിലൂടെയാണ് പകരുന്നത്. ആർക്കും HMPV ബാധിക്കാം. എന്നാൽ 5 വയസ്സിൽ താഴെയുള്ളവർ, പ്രത്യേകിച്ച് മാസം തികയാതെയുള്ള ശിശുക്കൾ, 65 വയസ്സിന് മുകളിലുള്ളവർ, ദുർബലരായ പ്രതിരോധ ശേഷിയുള്ളവർ, ആസ്മ അല്ലെങ്കിൽ COPD ഉള്ളവർ, ഇവരിൽ ചിലപ്പോൾ HMPV സങ്കീർണതകൾ ഉണ്ടാക്കും. ഇവ ഗുരുതരമാകാം. വൈറസ് ബാധ ഏറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരും. സങ്കീർണതകൾ ഇവയാണ്: ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്മ അല്ലെങ്കിൽ COPD ജ്വലനം, ചെവിയിലെ അണുബാധ എന്നിവയൊക്കെയാണ്. രോഗലക്ഷണങ്ങളും ആരോഗ്യ ചരിത്രവും അടിസ്ഥാനമാക്കിയാണ് ഡോക്ടർമാർ സാധാരണയായി HMPV നിർണയം നടത്തുന്നത്. മൂക്കിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ ഒരു സാമ്പിൾ ലഭിക്കാൻ ഉപയോഗിച്ചേക്കാം. ലാബ് വൈറസുകൾക്കും മറ്റ് അണുബാധകൾക്കും സാമ്പിൾ പരിശോധിക്കുന്നു. നിങ്ങൾക്ക് ഗുരുതര രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ HMPV ടെസ്റ്റ് ചെയ്യില്ല എന്ന കാര്യം ഓർക്കുക. ചിലപ്പോൾ ശ്വാസനാളത്തിലെ മാറ്റങ്ങൾ പരിശോധിക്കാൻ ബ്രോങ്കോസ്കോപ്പി അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ എടുത്തേക്കാം. HMPV ചികിത്സയ്ക്ക് ആന്റിവൈറൽ മരുന്നുകളൊന്നും ഇല്ല. മിക്ക ആളുകൾക്കും സുഖം തോന്നുന്നവരെ അവരുടെ ലക്ഷണങ്ങളെ വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാനാകും. നിങ്ങൾക്കോ കുട്ടിക്കോ ഗുരുതരമായ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നേക്കാം. ഓക്സിജൻ തെറാപ്പി നൽകാം. അതായത് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂക്കിലെ ട്യൂബിലൂടെയോ മുഖത്ത് മാസ്കിലൂടെയോ അധിക ഓക്സിജൻ നൽകാം. അതുപോലെ IV ഫ്ലൂയിഡുകൾ നൽകാം. സിരയിലേക്ക് നേരിട്ട് നൽകുന്ന ഫ്ലൂയിഡുകളിലൂടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ കഴിയും. കോർട്ടിക്കോസ്റ്റെറോയിഡുകൾ വഴി സ്റ്റെറോയിഡുകൾക്ക് വീക്കം കുറയ്ക്കാനും ചില ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും സാധിക്കും. ഇതിന് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല, കാരണം അവ ബാക്ടീരിയയെ മാത്രമേ ചികിത്സിക്കൂ. HMP ഒരു വൈറസ് ആയതിനാൽ ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല. ചിലപ്പോൾ HMPVയിൽ നിന്ന് ന്യൂമോണിയ ബാധിച്ചവർക്ക് ഒരേ സമയം ബാക്ടീരിയ അണുബാധയും ഉണ്ടാകുന്നു. ഡോക്ടർ ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും സെക്കൻഡറി അണുബാധകളെ ചികിത്സിക്കുന്നതായിരിക്കും. നേരിയ കേസുകൾ ദിവസങ്ങൾ മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും. ഗുരുതര രോഗിയാണെങ്കിൽ സുഖം പ്രാപിക്കാൻ കൂടുതൽ സമയമെടുക്കും. ചുമ പോലെ നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങളും ഉണ്ടാകാം. അത് മാറാൻ കുറേ കൂടി സമയമെടുക്കും. HMPVയുടെ നേരിയതും ജലദോഷം പോലുള്ളതുമായ ലക്ഷണങ്ങൾ വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാം. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുക. ശിശുരോഗ വിദഗ്ധനോട് ചോദിക്കാതെ കുട്ടികൾക്ക് മരുന്നുകൾ സ്വയം നിശ്ചയിച്ച് നൽകരുത്. മുതിർന്നവർക്ക് അനുയോജ്യമായ ചില മരുന്നുകൾ കുട്ടികൾക്ക് സുരക്ഷിതമല്ല. ശ്വാസകോശ സംബന്ധമായ അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ 3 ദിവസത്തിൽ കൂടുതൽ പനി നീണ്ടു നിൽക്കുന്നെങ്കിലോ ഡോക്ടറെ കണ്ട് ചികിത്സാ നിർദ്ദേശങ്ങൾ തേടണം.
പ്രധാനമായും രക്ഷയ്ക്കായി മാസ്ക് ഉപയോഗിക്കുക. അതായത് ജലദോഷമോ മറ്റു പകർച്ചവ്യാധികളോ ഉള്ളവരുടെ അടുത്ത് നിൽക്കുന്നത് ഒഴിവാക്കുക. അടുത്ത് കഴിയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും മാസ്ക് ധരിക്കുക. കൂടാതെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക. തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ നഗ്നമായ കൈകളല്ല, കൈമുട്ടുകൊണ്ട് മൂക്കും വായും മൂടുക. മുഖം, കണ്ണ്, മൂക്ക്, വായ എന്നിവിടങ്ങളിൽ തൊടുന്നത് ഒഴിവാക്കുക. മറ്റുള്ളവരുമായി ഭക്ഷണമോ പാത്രങ്ങളോ, അതായത് ഫോർക്കുകൾ, തവികൾ, കപ്പുകൾ എന്നിവയൊന്നും പങ്കിടാതിരിക്കുക.